കരുണം അതായത് സങ്കടം. ഇതാണ്. ഇനി രൗദ്രാണ്. ശൃംഗാരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അപ്പോൾ ഇത് അല്ല, ഇതൊക്കെ രംഗത്തേക്ക് ചിലപ്പോൾ വേണ്ടി വരുന്നതാണ് ഞാൻ ഈ പറയുന്നത്. കലാമണ്ഡലത്തിൽ അങ്ങനെ അഭ്യാസകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ അഭ്യാസകാലത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഞാൻ അഭ്യാസത്തിൻ്റെ പേരേ പറഞ്ഞുള്ളൂ. ആകെ 2:30 മണിക്ക് എണീക്കണം, 3 മണിക്ക് മറ്റേ കണ്ണ് സാധകം. പക്ഷേ ഈ കണ്ണ് സാധകം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരികയല്ല, ചെയ്തിരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ. അതിൻ്റെ ഒരു കടമയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തുണ്ടെന്ന് വിചാരിച്ചാൽ, ഞങ്ങൾ രാവിലെ നെയ്യ് കണ്ണിലൊഴിക്കണം. അത് ഒരു 2 തുള്ളിയൊട്ടെ കണ്ണിലൊഴിക്കും. എന്നിട്ട് ഇപ്പം പഴയ മാതിരി പിടിക്കാനൊക്കെ പറ്റുമോ സംശയമാണ്, എന്നാലും വേണ്ടില്ല, നോക്കാം. ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ കണ്ണ് സാധകം എന്ന് പറയുന്നത്. അത് ആദ്യം വട്ടനെ, അതായത് വട്ടത്തിൽ നട്ടം, ഏകദേശം ഓരോ പ്രാവശ്യം കാണിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകുമല്ലോ. അതുമാതിരി തന്നെ ഇത് 2 ഭാഗത്തു കൂടിയും വേണം. ഇങ്ങനെ വട്ടത്തിൽ വരണം. അങ്ങനെ അത് കഴിഞ്ഞാൽ നീളത്തിൽ അങ്ങനെ നമ്മൾ ഈ രണ്ടും പറയും, നീളത്തിലെന്നും പറയും, വിലങ്ങനെയെന്നും പറയും. ഇങ്ങനെ ഇത് സാധകൾ കാലങ്ങളുണ്ട്. ഇത് അങ്ങനെ വേഗം വരണം. ഇങ്ങനെയൊക്കെയുള്ള നിയമമൊക്കെ ഉണ്ട്. അത് കാര്യം തന്നെ ഇത് മുകളിലേക്കും കീഴ്പ്പെട്ടും, ഇങ്ങനെ ഒന്നുണ്ട്, ഇങ്ങനെ മുകളിലേക്കും കീഴ്പ്പെട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒന്നുണ്ട്, അവിടുന്ന് ഇങ്ങനെയുണ്ട്, അതുണ്ട്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ പകുതിയായിട്ട് ഇതിനൊക്കെ മുദ്രയുണ്ട് കേട്ടോ. മുദ്ര ഉണ്ട് പറഞ്ഞാൽ ഇതൊക്കെ ചില മുദ്രയ്ക്ക് ആവശ്യം വരണതാണെന്നർത്ഥം. ഇത്രയും ഇനങ്ങളാണ് കണ്ണ് സാധകത്തിന് വേണ്ടത്. ഇത്രയും ഇനങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇത് സാധകം ചെയ്ത് ഉണ്ടാക്കണം. ഈ നെയ്യ് ഒഴിക്കുക എന്നതിൻ്റെ കാരണം അതാണ്. എന്താ വെച്ചാൽ കണ്ണിൽ നിന്ന് കുറുകുറുന്നിന് വെള്ളം പോകും. അത് കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ അയവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചിട്ട് ഈ സാധകം ചെയ്ത് ശരിപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഈ കാണിച്ചത് മുഴുവൻ പിടിക്കാതെ കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരും. ഇതിലിപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വരുമ്പോൾ ചോട്ടിൽ വരുമ്പോൾ മുകളിലത്തെ പോള കുറച്ച് അടയും. സ്വതവേ അടയരുത്. അതിനാണ് ഈ പിടിച്ച് കാണിച്ചിട്ട് ശീലിക്കണത്. അപ്പോൾ അതങ്ങനെ ഒന്ന്. അപ്പോൾ ഇതിന് പിന്നെ ഈ അധികം നേരം ഇങ്ങനെ ആവശ്യമില്ല. പിന്നെ ഈ നീളത്തിലുള്ളത് അതിന് പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു മുദ്ര കാണിക്കുക. ഇങ്ങനെ ഒരു മുദ്രയാണ്. ഇത് വഴി പോലെ. മുദ്ര ഇപ്പോൾ പറഞ്ഞു തന്നിട്ട് പഠിയൊന്നുമില്ല, എന്നാലും വേണ്ടില്ല, കാണിച്ചു തരണം. അപ്പോൾ ഈ വഴി പോലെ ഈ മുദ്ര, അതിന് കണ്ണിങ്ങനെ നടക്കണം. ഈ കണ്ണിങ്ങനെ നടക്കുന്നത് അതെങ്ങനത്തെ ചില മുദ്രയ്ക്ക്, അതായത് ഇതിപ്പോൾ അത് മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതുമായി തന്നെ ഈ മുകളിലേക്കും കീഴ്പ്പെട്ടും. ഇങ്ങനെ ഇത് വളരാന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണം. അതും ഇങ്ങനെ വേഗം വരണം. അങ്ങനെ കാണിക്കണം. അപ്പോൾ അത് അതിൻ്റേതായ ചന്ദ്രക്കല എന്നൊരു മുദ്ര ഉണ്ട്. അത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഉള്ളതാണ്. അത് ഇങ്ങനെ വരും, മുകളിലേക്കും വരും, ഇങ്ങനെയും വരും. അപ്പോൾ ഈ ചന്ദ്രക്കല അങ്ങനത്തെ ചില മുദ്രകൾ, ചെറിയ മുദ്രകളുടെ ഞാൻ പറഞ്ഞത്, മുദ്രകളോട് കൂടിയിട്ട് കാണിക്കണതാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. ഇപ്പോൾ നമ്മൾ അഭിനയം എന്ന് പറഞ്ഞു, അഭിനയവും ഇതൊക്കെ ഈ 7ാം കൊല്ലം വരെ പഠിച്ചതാണ് പറഞ്ഞത്. 7 കൊല്ലം ഞാൻ കലാമണ്ഡലത്തിലുണ്ടായപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതും കൂടിയും ഒന്ന് മനസ്സിലാക്കി തരുന്നു എന്നർത്ഥമേ ഉള്ളൂ. ശൃംഗാരം എന്നാണ് സ്വതവേ ആദ്യം കാണിക്കണത്. ശൃംഗാരം അത് പഠിപ്പിച്ച് തരുമ്പോൾ കൈ കെട്ടിയിട്ട് അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട്
ഇത് ഒന്ന്. രണ്ടാമത് ഇതിൽ തന്നെ ഒന്നുകൂടിയുണ്ട്. ഇത് ഇങ്ങനെ ഈ ശൃംഗാരത്തിന് ഇങ്ങനെ ഇത്രയുണ്ട്. ഇനി അടുത്തത് ഹാസ്യമാണ്. ഇതാണ് ഹാസ്യം. ഇനി ഉള്ളത് കരുണം, അതായത് സങ്കടം. ഇതാണ്. ഇതാണ് കരുണം. ഇനി രൗദ്രാണ്. ഇത് രൗദ്രാണ്. ഇനി വീരം ആണ്. പിന്നിൽ ഇതുണ്ടാവുക കാരണം പിന്നിലേക്ക് വീഴില്ല. ഞെളിയണം നടത്താൻ നല്ലോണം ഞെളിഞ്ഞിരിക്കണം വീരത്തിൻ്റെ. ഇനി ഭയമാണ്. ഇനി ബീഭത്സാണ്. ഇനി അത്ഭുതമാണ്. ഇനി ശാന്തം. ഇതാണ് നവരസം എന്ന് പറയുന്നത്. ഈ നവരസമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ വേഷം കെട്ടി കഴിഞ്ഞിട്ട് അരങ്ങത്ത് ചെന്നിട്ട് ഇങ്ങനെ ചിലത് എല്ലാം വേണ്ടി വരില്ല. ചിലത് കാണിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഛായയ്ക്ക് ചിലത് വ്യത്യാസം വരും. ഇതിപ്പോൾ ശൃംഗാരമാണ്. അപ്പോൾ ശൃംഗാരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ അപ്പോൾ ഇതൊക്കെ രംഗത്തേക്ക് ചിലപ്പോൾ വേണ്ടി വരുന്നതാണ് ഞാൻ ഈ പറയുന്നത്. സാധാരണ പഠിപ്പിച്ചു കൊടുക്കില്ല. അത് കഴിഞ്ഞ് സ്വയം ഉണ്ടാക്കി തീർക്കുന്നതാണ് അതൊക്കെ. അരങ്ങത്ത് ചെന്നാൽ ചിലതൊക്കെ വേണ്ടി വരും. രൗദ്രം എന്ന് പറഞ്ഞു, അതേമാതിരി തന്നെ രൗദ്രത്തിൻ്റെ അത് അങ്ങനെയൊക്കെയാണ്. ഇതിലിപ്പോൾ ചിലത് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതും അതിലുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വല്ലാത്തൊരു ലജ്ജ വന്നു. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇതൊക്കെ അരങ്ങത്ത് നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. ഇതാണിപ്പോൾ കഥകളിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ വെച്ചാൽ നമ്മൾ നൃത്തങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ, അതുമാതിരി ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരാൻ ഇപ്പോൾ പറ്റില്ല. അതായത് കൈകൊണ്ട് കാണിക്കാം, എങ്ങനെയൊക്കെ കാണിക്കാം എന്നേ പറ്റുള്ളൂ. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വേണം. ശരീരമായിട്ടുള്ള അവയവങ്ങൾക്കൊക്കെ വ്യായാമം കിട്ടണം. അതിനാണ് ഈ മെയ്യുറപ്പടവ് എന്ന് പറയുന്നത്. മെയ്യ് ഉറപ്പ് അടവ്. ആ മെയ്യ് ഉറപ്പ് അടവൊക്കെ നല്ലോണം ശാരീരികമായിട്ട് സ്വാധീനിക്കത്തക്കവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെത്താൻ പിന്നെ വരുത്തണം.
ഇത്രയേ ഉള്ളൂ. വരുത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ വരുത്തലായിട്ടെല്ലാം തന്നെ താൻ വരും. അങ്ങനെ ആ മെയ്യിൻ്റെ കാര്യം. പക്ഷേ ഇതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വേണ്ടത് മുഖത്തെ അഭിനയങ്ങളാണ്. ഈ അഭിനയം കൊണ്ട് ആൾക്കാരെ സ്വാധീനിക്കാൻ കൂടുതൽ പറ്റും. ഇല്ലേ? പറ്റില്ലേ? അതെ, അതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോടായി പറ്റില്ലേ ചോദിച്ചത്, അത് മനസ്സിലായില്ലേ? അല്ല, അങ്ങനെ ഈ അഭിനയം കൊണ്ട് ഒരുവിധം ആൾക്കാരെ മുഴുവൻ സ്വാധീനിച്ചെടുക്കാൻ സാധിക്കും. അഭിനയവും ശാരീരികമായിട്ടുള്ള ചലനങ്ങളും ഒക്കെ സ്വതവേ ആൾക്കാർക്ക് തൃപ്തികരമാവത്തക്കവണ്ണം ചെയ്യുമ്പോൾ അത് കഥകളിക്ക് അങ്ങേറ്റം ഒരു ഉദാത്തമായ രീതിയിൽ കാണാനും ആസ്വദിക്കാനും ആൾക്കാർക്ക് സാധിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്വാദന ശേഷി ആൾക്കാർക്ക് ഉണ്ടാക്കി തീർക്കാൻ നടൻ അങ്ങേയറ്റവും ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും കാര്യം പറയുകയാണ്. ശ്രദ്ധിച്ച് നല്ലോണം കഥകളിയെ സംബന്ധിച്ച് നല്ലോണം മനസ്സിലാക്കണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ ചൂഷണം ചെയ്യിച്ചാൽ കട്ടെടുക്കുക എന്നർത്ഥം. ആ കട്ടെടുക്കുക, അതായത് അവനവൻ്റെ മനസ്സിലേക്ക് തൃപ്തി വരത്തക്കവണ്ണം അത് എടുത്തു കഴിഞ്ഞിട്ട് ആവശ്യമുള്ളപ്പോൾ അത് ആരോടെങ്കിലും ചോദിക്കുക, മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ കഥകളി കാണാൻ പഠിയും. കഥകളി കണ്ടാൽ അത് നന്നായെങ്കിൽ നന്നായി എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു കഥകളിക്കൊരു മെച്ചമുള്ളത് എന്താ വെച്ചാൽ, കഥകളിയിലെ ഒരു കാര്യമുള്ളത്, ഒരു വേഷക്കാരൻ്റെ വേഷം കണ്ടാൽ തന്നെ എങ്ങനെ പലതും ഒരു ചിത്രകാരന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് നേരത്തെ പറഞ്ഞ തന്നെ ചൂഷണം ചെയ്യാൻ സാധിക്കും. ഒരു വേഷത്തിൻ്റെ എല്ലാ അവയവങ്ങളും, അതായത് കാലിൻ്റെ അടിയിലുള്ള കച്ചമണി മുതലക്ക് തണ്ടപ്പുതപ്പ് എന്നൊക്കെ പേരുണ്ട് അതിന്. എന്തായാലും അത് മുതലക്ക് കിരീടം വെച്ചത് വരെ നോക്കുമ്പോൾ അത് ഒരു ചിത്രകാരൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ അങ്ങേറ്റം പെരുപ്പിച്ചെടുക്കാൻ സാധിക്കും.